ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? പണ്ട് ജോലി അല്ലെങ്കിൽ ജയിൽ എന്ന് മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങിയ യുവജന സംഘടനകൾ ഇന്ന് എവിടെയാണ്? സ്വന്തം സർക്കാർ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുമ്പോൾ അവർ AC റൂമുകളിൽ വിശ്രമിക്കുകയാണ്. പാവപ്പെട്ടവന്റെ മക്കൾ PSC കോച്ചിങ്ങിന് പോയി ജീവിതം ഹോമിക്കുമ്പോൾ നേതാക്കളുടെ ബന്ധുക്കൾക്ക് ചുമപ്പ് പരവതാനി വിരിച്ച് നിയമനം നൽകുന്നു. ഇത് വെറുമൊരു അഴിമതിയല്ല, ഇതൊരു തലമുറയുടെ പ്രതീക്ഷകളെ കൊല ചെയ്യുന്ന ക്രൂരതയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് വ്യാപകമായി പിൻവാതിൽ നിയമനങ്ങൾക്ക് തിരക്കിട്ട നീക്കം. വിവിധ സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കീഴിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനും CPM അനുകൂലികളെ തിരികെ കയറ്റാനുമാണ് കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദമായ അതേ ശൈലി തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. CMAT കേരള, CDIT, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, വിവിധ സഹകരണ ബോർഡുകൾ എന്നിവിടങ്ങളിലെല്ലാം മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിയമന നീക്കങ്ങൾ സജീവമാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെയും PSC പരീക്ഷകൾക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെയും നോക്കുകുത്തിയാക്കിയാണ് പാർട്ടി ബന്ധമുള്ളവർക്കായി സർക്കാർ വാതിൽ തുറന്നിടുന്നത്. സഹകരണ വകുപ്പിന് കീഴിലുള്ള നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് അസിസ്റ്റന്റ് മാനേജർ മുതൽ വാച്ച്മാൻ വരെയുള്ള 5 തസ്തികകൾ തിരക്കിട്ട് സൃഷ്ടിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു ഈ നീക്കം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ നിലവിലുള്ള റാങ്ക് പട്ടിക മറികടന്ന് 14 ദിവസ വേതനക്കാരെ സ്ഥിരപ്പെടുത്തുവാൻ നീക്കം നടക്കുന്നുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, LD ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലെല്ലാം പാർട്ടി നോമിനികളെ ഉറപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. CMAT കേരളയിൽ 11 പേരുടെ പട്ടിക ഇതിനോടകം തന്നെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് നൽകി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് പരമാവധി സ്വന്തക്കാരെ സർക്കാർ സർവീസിൽ കയറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. ഇതിനിടെ അനധികൃത നിയമങ്ങളെ കുറിച്ച് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 10 വർഷം പൂർത്തിയാക്കിയവരെ മാനുഷിക പരിഗണനയിൽ സ്ഥിരപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള മുൻ കോടതി ഉത്തരവുകൾ ലംഘിക്കപ്പെടുന്നു എന്ന പരാതിയിലാണ് കോടതി ഇടപെടൽ. അർഹരായ ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ പിൻവാതിലിലൂടെ പാർട്ടി കേഡർമാരെ സംരക്ഷിക്കുന്ന സർക്കാർ നടപടിയിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കണ്ണീരൊഴുക്കുമ്പോൾ സ്വന്തം പാർട്ടി കേഡർമാരെ തിരികെ കയറ്റുവാൻ സർക്കാർ നടത്തുന്ന ഈ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്, സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുട്ടിലിഴഞ്ഞും തലമുണ്ഡനം ചെയ്തും ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരങ്ങൾ. അന്ന് നൽകിയ ഉറപ്പുകളെല്ലാം ജലരേഖയായി മാറി. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡറിനായി കാത്തിരിക്കുന്ന പാവപ്പെട്ടവന്റെ കഞ്ഞികളിലാണ് ഈ സർക്കാർ മണ്ണ് വാരിയിടുന്നത്. PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തെ വെറും നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുന്നു. 10 വർഷം പൂർത്തിയാക്കിയവരെ മാനുഷിക പരിഗണനയിൽ സ്ഥിരപ്പെടുത്താമെന്ന കോടതി ഉത്തരവിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്താണ് ഈ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത്. ഈ സർക്കാരിനെതിരെ ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരങ്ങൾ കേരള ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായങ്ങളാണ്. LGS ഉദ്യോഗാർത്ഥികളുടെ സമരം, CPO ഉദ്യോഗാർത്ഥികളുടെ കണ്ണീർ, റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ മാസങ്ങൾ നീണ്ട പോരാട്ടം, ഇതൊന്നും ഈ സർക്കാരിന്റെ കണ്ണിൽ തുറപ്പുചീട്ടല്ല. കോടതി ഇടപെട്ടിരിക്കുന്നു. ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇത് സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരമാണ്. നിയമവ്യവസ്ഥയെ പോലും കബളിപ്പിക്കാമെന്ന ധാർഷ്ട്യത്തിലാണ് കോടതി കടിഞ്ഞാണിടുന്നത്. ഭരണം ഒഴിയുന്നതിന് മുൻപ് പാർട്ടിക്കാരെ സർക്കാർ ചിലവിൽ തീറ്റിപ്പോറ്റുവാനുള്ള ഈ നീക്കം കേരളത്തിലെ യുവതലമുറയോടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. യോഗ്യതയല്ല, പാർട്ടിയോടുള്ള കൂറാണ് നിയമത്തിനുള്ള മാനദണ്ഡമെങ്കിൽ എന്തിനാണ് ഇവിടെ PSCയും പരീക്ഷകളും? ഇടതുപക്ഷത്തിന്റെ നവോത്ഥാനം സ്വന്തം മണികൾക്ക് ജോലി കൊടുക്കുന്നതിലാണോ? ഇതിന് മറുപടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യുവസമൂഹം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിൻവാതിലിലൂടെ വരുന്നവർക്ക് മുൻവാതിലിലൂടെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന കാലം വിദൂരമല്ല. അവസാനമായി ഒന്നു മാത്രം, ഈ സർക്കാർ എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, എല്ലാം ശരിയാകും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അവർ ശരിയാക്കുന്നത് ജനങ്ങളുടെ ജീവിതമല്ല, മറിച്ച് സ്വന്തം അണികളുടെയും ബന്ധുക്കളുടെയും ഭാവി മാത്രമാണ്. ലക്ഷക്കണക്കിന് യുവാക്കൾ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നവുമായി പുസ്തകങ്ങൾക്കിടയിൽ ജീവിതം ഹോമിക്കുമ്പോൾ അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ നടത്തുന്ന ഈ പിൻവാതിൽ നിയമനങ്ങൾ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ല, മറിച്ച് ഈ നാട്ടിലെ യുവതയോട് ചെയ്യുന്ന കൊടും ചതിയാണ്. കോടതികൾ ഇടപെടുന്നുണ്ട്, ഉദ്യോഗാർത്ഥികൾ തെരുവിലുണ്ട്.
പക്ഷേ അന്ധമായ പാർട്ടി സ്നേഹം കണ്ണുപിടിപ്പിച്ച ഈ ഭരണകൂടത്തിന് അതൊന്നും കാണാൻ കഴിയില്ല. ഓർക്കുക, പിൻവാതിലിലൂടെ നിങ്ങൾ തിരികെ കയറ്റുന്ന ഓരോ വ്യക്തിയും യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ കണ്ണീരാണ്. ആ കണ്ണീരിന് കാലം മറുപടി പറയേണ്ടി വരും.